സർക്കാരിനെതിരെയുള്ള സമരം കടുപ്പിച്ച് ആശാ വർക്കേഴ്സ്. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്തതിനാൽ ആശാ വർക്കർമാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നു. കൂടുതൽ പ്രവർത്തകരെ സമരപ്പന്തലിലേക്ക് എത്തിക്കാനാണ് നീക്കം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ സേവനത്തിനിറങ്ങില്ല. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരും. കൂടുതൽ പ്രവർത്തകരെ സമരപ്പന്തലിലേക്ക് എത്തിക്കാനാണ് നീക്കം. പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നതുവരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്. അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്തു പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോഴിക്കോട്ടെ പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.